CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകർ എല്ലാവരും ഒരുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് അൽവാരോ വാസ്കസിന്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റ്. നിലവിൽ ഇപ്പോൾ ഇതിനെ തുടർന്നുകൊണ്ട് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യം കൂടി മാത്രമേ ഉള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ എല്ലാവരുടെയും മനം കവർന്ന ഒരു പ്ലെയർ ആയിരുന്നു അൽവാരോ വാസ്കസ്. താരം വന്ന സീസണിൽ തന്നെ ആരാധകരെ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന പ്രകടനമായിരുന്നു താരത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വാസ്കസിന്റെ സെഞ്ചറിയിൽ നിന്നുള്ള ആ ഒരു ഷോട്ട് പോസ്റ്റിൽ കയറുന്നത് കാണുമ്പോൾ ഇപ്പോഴും രോമം എഴുന്നേറ്റ് നിൽക്കും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെയും. ഇപ്പോൾ ഏതായാലും അൽവാരോ വാസ്കസ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന റൂമറുകൾക്കെല്ലാം വിരാമം കുറിച്ചിരിക്കുകയാണ്. അൽവാരോ വാസ്കസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മാർക്കസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരം: സൂപ്പർ താരമായ അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വരും എന്നുള്ളത് സത്യമല്ല. കൂടാതെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിക്ക് പറ്റി പുറത്തുപോയ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ സൈൻ ചെയ്തിട്ടുമില്ല. ലൂണയുടെ പകരക്കാരന് വേണ്ടി ഇപ്പോഴും ചർച്ചകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസിന്റെ ട്വീറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മാർക്കസിന്റെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടോട് കൂടി അൽവാരോ വാസ്കസ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന റൂമറുകൾക്കെല്ലാം വിരാമം കുറിച്ചിട്ടുണ്ട്. ഏതായാലും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.